എന്താ ചോദിച്ചു എന്താ ചോദിച്ചു? ഗീത പഠിപ്പിച്ചിട്ടുണ്ടോ ഗുരു എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പം എല്ലാത്തിൻ്റെയും നമ്മൾ വിചാരിക്കുന്നത് ഭക്തിയാണ് പ്രാധാന്യം, അല്ലെങ്കിൽ ഭഗവത്ഗീതയാണ്, രാമായണാണ്, അതൊക്കെ ഇതിഹാസ പുരാണങ്ങളല്ലേ. അതിലും മുകളിലുള്ളതാണ് യോഗ. യോഗ എന്ന് പറയുന്നത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി. അപ്പൊ സമാധിയിലേക്കുള്ള വഴി പോകുന്ന സമയത്ത് ഇതൊക്കെ കടക്കണം. ഇപ്പൊ നിയമം എവിടെയാ വരിക? സന്യാസിമാർക്ക് എന്തിനാ നിയമം? അവർ ഫ്രീ ആയിട്ട് നടക്കുന്നവരല്ല, അവർക്ക് നിയമം പാടും. കൃത്യനിഷ്ഠൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ അതൊക്കെ കർമ്മികൾക്കുള്ളതാണ്. യമം എന്ന് പറയുന്നത് നോൺ വയലന്റ് ആവുക. സന്യാസിമാർക്ക് നോൺ വയലൻസിന്റെ കാര്യം വരുന്നില്ല, ആരുമായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല, ഇടപെടാറില്ല. അപ്പൊ അത് മനുഷ്യന്മാർക്കുള്ള, സാധാരണ മനുഷ്യന്മാർക്കുള്ളതാണ് അതൊക്കെ. അപ്പൊ യോഗ എന്ന് പറയുന്നത് സാധാരണ കുടുംബമായിട്ട് നടക്കുന്ന എല്ലാ വ്യക്തികൾക്കുമുള്ള ഒരവസ്ഥയാണ്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര, ഇന്ദ്രിയങ്ങളെ നമ്മൾ സംഘടിച്ചു നിർത്തുക. അത് ഭഗവത്ഗീതയിൽ അവിടെ ഇവിടെയൊക്കെ കാണാം. അനന്യശ്ചിന്തയും തോമാം യോജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ ശ്രദ്ധിച്ചു പോകണം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ ഫോക്കസ് അല്ലേ. അപ്പൊ ഈ 8 സ്റ്റെപ്പുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ബ്രഹ്മവിദ്യ എന്നാണ് ഭഗവത്ഗീതയെ പറയാം. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഉണ്ടാവണമെങ്കിൽ ആദ്യം ബുദ്ധിയും പഠനവും ഒക്കെ വേണ്ടേ. അപ്പൊ അതും ബുദ്ധിപരമായിട്ടുള്ള സംഭവമാണ്, പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഇന്ദ്രിയങ്ങളുടെ ഫോക്കസ് ആണ്. അത് ഇതിനകത്ത് നിയമം ഒക്കെ ഉള്ളവർക്കേ പറ്റുള്ളൂ. ഇതൊന്നും വ്യത്യസ്തമല്ല. നമ്മൾ ഏത് തരത്തിലാണോ നമ്മൾ കാണുന്നത് ആ തരത്തിലാവണമെന്നില്ല മറ്റുള്ളവർ കാണുന്നത്. അപ്പൊ ഭഗവത്ഗീത ഭക്തിയിലൂടെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതെന്നല്ലാതെ നമ്മുടെ ഹിന്ദുത്വത്തിന്റെ എല്ലാ സംഭവങ്ങളും മഹാഭാരതവും മാത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സപ്താഹമാണ് ലോകത്തിൽ ഏറ്റവും വലുത്, അതൊക്കെ പൊട്ടത്തട്ട. ഇതിഹാസ പുരാണങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും അത്ര കൽപ്പിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ ആരാണോ അത് കൊണ്ടു നടക്കുന്നത് അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്നു മാത്രം. ഇപ്പൊ ശങ്കരൻ എഴുതിയിട്ടുള്ളത് ഒരു ബുക്ക് മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ള എത്രയോ കണക്ക് ബുക്കുണ്ട്. രമണ മഹർഷി എവിടെയെങ്കിലും ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞൊന്നുമില്ല. അപ്പൊ ഇതല്ലാതെ നമ്മുടെയൊക്കെ ധാരണ ഭഗവത്ഗീതയാണ് ഹിന്ദുത്വം, അത് കഴിഞ്ഞാൽ വേറൊന്നുമില്ല എന്ന്. അത് ഒരു 1/10% പോലും വരില്ല. ഈ മന്ത്രങ്ങൾക്കും പിന്നെ സഹസ്രനാമങ്ങൾക്കും അതൊക്കെയാണ് പ്രാധാന്യം. ഓരോരാളും ഓരോ തരത്തിൽ കാണുന്നു. നമ്മൾ അരിഭക്ഷണം കഴിക്കുന്നു, അരിഭക്ഷണമാണ് ലോകത്തിലെ ഒറ്റ ഭക്ഷണം എന്ന് പറയാൻ പറ്റും. വെറും അത് കുറേ ബാക്കി അതിനേക്കാളും മെച്ചപ്പെട്ടിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും മാത്രം കഴിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും ഇല്ലേ. അപ്പൊ അതുപോലെ പുരാണ ഇതിഹാസങ്ങൾ ഇതിനെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതിൻ്റെയൊക്കെ വിത്ത് കാതൽ എന്ന് പറയുന്നത് നോക്കുമ്പോൾ വേദങ്ങളിൽ, ആ വേദങ്ങളുടെയൊക്കെ കാതൽ എന്ന് നോക്കുമ്പോൾ ഈ യോഗമാണ്. യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് ലയം പ്രാപിക്കാൻ. അത് ഇതൊന്നും പഠിക്കാതെ കാട്ടിലിരുന്നിട്ടുള്ള ആളും ഇതൊന്നും പഠിക്കാതെ അറിയാതെയും പലതും പറയുന്ന ആൾക്കാരിൽ ഒരാളായിരുന്നു രമണ മഹർഷിയൊക്കെ. അവർക്കിതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, അത് വായിച്ചിട്ടൊന്നുമില്ല. അതിൽ ചിലർ മാത്രമാണ് ഗുരുക്കന്മാരെയൊക്കെ തപ്പി കണ്ടുപിടിച്ച് പോയി, അവരുടെ അടുത്ത് നിന്ന് കുറച്ച് വിവരമൊക്കെ കിട്ടി, അവർ പഠിച്ചിട്ടുള്ളത്. ശങ്കരായർ അങ്ങനെ അറിയാതെ പെട്ടുപോയി ഗുരുവിന്റെ അടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ് ശങ്കരാചാര്യ. അപ്പൊ അങ്ങനെ ചിലരൊക്കെ എത്തിയിട്ടുണ്ട്, ചിലരൊക്കെ അവിടെ പോയിട്ടുണ്ട്, ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, ചിലരുടെ ആ ട്രഡീഷനിൽ. അതുകൊണ്ടാണ് നമ്മൾ ചൊല്ലുമ്പോൾ ഈ ശിവന്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ അവസാനം നമ്മൾ പറയും ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര. അപ്പൊ ശങ്കരാചാര്യ കഴിഞ്ഞ് ബാക്കി അവര് പഠിപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ പറയാം. പക്ഷെ അത് പറയാത്ത പലരും ഉണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ടതാണ്. പക്ഷെ അതാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഭക്തിയും കർമ്മവും കുറച്ച് അത്തരം സംഭവങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തു അർജുനന്. അതുകൊണ്ട് അർജുനന് യുദ്ധം ചെയ്യാൻ പറ്റി, അത് പോപ്പുലറൈസ് ആയി. അതാണ് ലക്ഷ്യം, അതെനിക്ക് വേണം. അത് പഠിച്ചില്ലെങ്കിലും പിന്നെ സനാതന ധർമ്മമാണ് ശരിക്കും പഠിക്കേണ്ടത്. ഇഷ്ടാപൂർത്തങ്ങൾ എന്ന് പറയാം. ഇഷ്ടാപൂർത്തം ഡോക്ടർ TPS നടിച്ചത് കാണും, കുറേ പ്രാവശ്യം പറഞ്ഞു. ഇഷ്ടപൂർത്തം, ഇഷ്ടകർമ്മം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകാൻ എൻ്റെ കാര്യങ്ങൾ നടത്താം, അത് ഇഷ്ടകർമ്മം. ഇഷ്ടതേ ലഭതേ സ്വർഗം പൂർത്തേ മോക്ഷം അവാപ്നിയാത്മ. ഇഷ്ടകർമ്മം ചെയ്താൽ സ്വർഗം മാത്രമേ കിട്ടുള്ളൂ. മോക്ഷം കിട്ടണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഗുണമുള്ളൂ ചെയ്യണം. ഇപ്പൊ കുളം ഉണ്ടാക്കിയാൽ, ഞാൻ ഉണ്ടാക്കിയ കുളം ആർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ കിണറ്റിലല്ലല്ലോ ഞാൻ വെള്ളം കുടിക്കണം, ഞാൻ നട്ടിട്ടുള്ള ചെടിയല്ലല്ലോ ഞാൻ ഫലം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുമ്പോഴാണ് നമ്മൾ
പൂർത്തകർമ്മത്തിലേക്ക് എത്തുന്നത്. പൂർത്തകർമ്മമാണ് മോക്ഷത്തിന്റെ വഴി. ഇഷ്ടകർമ്മം സ്വാർത്ഥതയാണ്. ശരിക്കും പറഞ്ഞാൽ എന്റെ കാര്യം, എന്റെ കുടുംബം, എന്റെ ബന്ധു, എന്റെ ആള്, ബാക്കിയുള്ളവരൊക്കെ കാണുമ്പോൾ സെപ്പറേറ്റ് ആണ്. അത്ര ഒരു എല്ലാവരെയും നമ്മളോട് ഒരു ഫ്രീക്വൻസിയിൽ വരുന്നവർ നമ്മൾ ഇടപെടും, ഫ്രീക്വൻസി ഇല്ലാത്തവരും ഇല്ലാത്ത